രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങൂട്ടോ. ധൃതി പിടിച്ചിട്ട് 7:15 ഇറങ്ങണേ. എനിക്ക് 8:30 ചേട്ടരല്ല 8:45 പോയാൽ മതിയെങ്കിലും ഇവരെ കൊണ്ടാക്കണ്ടോണ്ട് ഞാനും നേരത്തെ ഇറങ്ങും. അപ്പൊ അമ്മ ദേ കുറേ റോസാപ്പ് കെട്ടി പാറമോൾക്ക് കൊടുക്കട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞാനും പാറമോളും നിൽക്കുന്നത് ബസ് കയറാനായിട്ടാണ്. അച്ഛമ്മ പിന്നെ സാധാരണ ബസ്സിൽ കയറി പോകട്ടോ. അങ്ങനെ ദേ പാറമോളും കയറി സ്കൂൾ ബസ്സിൽ പോയി. അങ്ങനെ ഞാൻ കടയിൽ വന്നു ഗൈസ്. ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അങ്ങനെ ദേ ഭക്തിഗാനൊക്കെ വെക്കിട്ടോ ഞാൻ രാവിലെ വരുമ്പോൾ. അത് കഴിഞ്ഞതാ ഞാനിവിടെ ഇതുപോലെ ഓരോ പണികൾ ചെയ്യട്ടോ. പൊത്തിപ്പിടിച്ച് കയറി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നൊക്കെ നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിതുമൊക്കെ പൊത്തിപ്പിടിച്ച് കയറും ഗൈസ്. കാരണം ഇത് എന്താ പറയുക, ചിലപ്പോഴൊക്കെ ഞാനിത് ചെയ്തിട്ട് പോകും. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ചേച്ചി വരുമ്പോൾ ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തൊരു ടോപ്പാണ് കേട്ടോ. അടിപൊളിയാണ് ഈ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇത്തിരി കൂടി ഷേപ്പ് ആക്കണമായിരുന്നു. എങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് തടിയുള്ളവർക്ക് സുഖമാണ് അത് ഇടാനായിട്ട്. തിരിച്ചു വന്ന പച്ചുമോന് നല്ല പനി. അങ്ങനെ ആവി പിടിക്കാനായിട്ട് ഞാൻ വെള്ളം തുളസിയിലൊക്കെ ഇട്ടിട്ട് അതിലിട്ട് കൊടുത്തു കേട്ടോ. ഞാനും കുറച്ച് ആവി പിടിച്ചു. കാരണം ഭയങ്കര കഫക്കെട്ടാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അച്ചുമോൻ പോണില്ല കേട്ടോ. പാറമോൾക്ക് ഞാൻ പുട്ടും പഴം കുഴച്ച് കൊടുക്കുകയാണ്. അച്ചുമോന് നല്ല പനി തന്നെയാണ് ഗൈസ്. അങ്ങനെ ദേ ശ്രീചേട്ടനും മാർക്കറ്റിൽ പോകാറായിട്ടോ. ശ്രീചേട്ടനും ഇന്ന് വൈകിപ്പോയി. അപ്പോൾ വേഗം ഞാൻ പാറമോൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ശ്രീചേട്ടനും പുട്ടും പഴം കൊടുത്തു കേട്ടോ. അങ്ങനെ അച്ചുമോനുള്ള തുളസിയിലും പനിക്കൂർക്കൊക്കെ പൊട്ടിച്ച് കഴുകി ഞാൻ കുടുക്കയിലാണ് ആവി പിടിക്കുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് നല്ല ആവി പിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ പിടിച്ച് അച്ചുമോനെ ആവി പിടിച്ച് കൊടുത്ത് ദേ പുട്ടും കടലും കൂടി വാരി കൊടുക്കാനായിട്ട്. എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് 2-3 ദിവസമായി ചോറ് വരെ ഉണ്ടിട്ട്. എന്തായാലും അച്ചുമോൻ്റെ പനി വേഗം കുറയട്ടെ.